നാട് മുടിച്ച് മണ്ണെടുക്കുന്നതിന്റെ കുറെ മഫിയകളും പണമുണ്ടാക്കുന്നതിന്റെ ടെക്നോളജി സാധാരണക്കാർക്ക് മനസ്സിലാകാത്തവർക്ക് അഥവാ ആകരുതെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങളൊരു എളുപ്പമില്ലാതെ വന്ന് കണ്ട് കേട്ട് ബോധിച്ച് ഇതിലെ കൂടെ വിട്ട് കൂതി മൂടി പൊയ്ക്കൊള്ളുക. ഒരു ദിവസം നിങ്ങളുടെ നെഞ്ചത്തൂടെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അന്ന് നീയൊക്കെ പട്ടി മോങ്ങുന്ന മാതിരി കടന്ന് മോങ്ങും. അന്ന് ഒരു ചാനലുകാരും കാണില്ല, നാട്ടുകാരും കാണില്ല, ഒരുത്തനും കാണില്ല നിന്നെ സഹായിക്കാൻ എന്ന് മാത്രം മനസ്സിലാക്കുക. എൻ്റെ ഒരു ജീവിത എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ ഏതൊരു തെണ്ടിക്കും എന്തേലും സാമൂഹ്യ സേവനം ചെയ്തു കൊടുത്താൽ ആ സാമൂഹ്യ സേവനം വാങ്ങുന്ന സമയത്ത് അവന് നമ്മളോട് ഭയങ്കര വാലാട്ടിലായിരിക്കും കാര്യം സാധിക്കാൻ വേണ്ടി. സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അതുമാതിരിയുള്ള മാമാങ്കം വരുന്ന സമയത്ത് അവന് പിന്നെ രാഷ്ട്രീയമുണ്ട്. ഇവിടെ പറയാനൊരു കാര്യം, എന്റെ പഞ്ചായത്തിൽ എന്റെ വാർഡിലെ ഒരു തെണ്ടി അവന്റെ ഭാര്യയും കൊച്ചിനെയും കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് എന്റെ വീടിന്റെ പടിക്ക് ഞാൻ എങ്ങോട്ട് പോയിട്ട് വരുമ്പോൾ എന്റെ വീട്ടിന്റെ മുറ്റത്തിരിപ്പുണ്ട്. പട്ടി മോങ്ങുന്ന മാതിരി ഇരുന്ന് മോങ്ങുന്നു. ആ കൊടിച്ചിക്ക് അവന് ഞാന് നാട്ടുകാരുടെ നിന്ന് സഹായം അഭ്യർത്ഥിച്ച് നാട്ടുകാരുടെ സഹായത്തോടു കൂടി വീട് വെച്ചു കൊടുക്കാന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് അവന്റെ ജാതിക്കാരന്റെ വികസന വകുപ്പിൽ പട്ടികജാതി വികസന വകുപ്പിൽ പോയി അവിടുത്തെ ഉദ്യോഗസ്ഥനുമായിട്ട് വഴക്കുണ്ടാക്കി. അങ്ങനെ അവന് വീടെല്ലാം കഴിഞ്ഞിട്ട് അവസരം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ഞാനൊരു പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ച കാര്യം അത് നാട്ടുകാരെല്ലാം കൂടെ വെച്ച് പിരികേറ്റി മത്സരിച്ചതാ, അല്ല എനിക്ക് ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല. മത്സരിക്കുമ്പോൾ എൻ്റെ ടെക്നോളജി നാട്ടുകാർക്ക് വേണേ വോട്ട് ചെയ്യുക, ഞാൻ ആരുടെ മുമ്പിൽ പോയി കൈ തൊഴുത് വോട്ട് തായോ എന്ന് പറഞ്ഞ് ഞാൻ ചെല്ലില്ല. ജയിക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക, അത്ര തന്നെ. അതായിരുന്നു എൻ്റെ പോളിസി. പക്ഷെ ആ ഇലക്ഷനിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച ആൾക്കാര് ഈ അവനോട് എടാ അണ്ണന് വേണ്ടി വോട്ട് ചോദിക്കാൻ വരുന്നില്ല എന്ന് ചോദിച്ചെന്നെ അവൻ പറഞ്ഞ് ഇല്ല, ഞാൻ BJPക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ഞാൻ BJPക്കാരനാണ്, അതുകൊണ്ട് ഞാൻ വരില്ല എന്നാണ് എൻ്റെ ആളുകളോട് പറഞ്ഞത്. അവരത് പൊടിപ്പുന്നെങ്കിലും വെച്ച് എൻ്റെ ചെവി കേട്ടിട്ടുമുണ്ട്. ഞാൻ സാമൂഹിക സേവന പ്രവർത്തനങ്ങളെല്ലാം അന്ന് നിർത്തിയതാണ്. അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോ പറഞ്ഞു വരുന്നത് മണ്ണെടുപ്പിനെ പറ്റിയാണ്. നമുക്ക് മണ്ണെടുപ്പിന്റെ ടെക്നോളജി ഒന്നറിയാം. മഫിയകൾ ഒരു ഏരിയ, ഒരു സ്ഥലം കണ്ടെത്തിയാൽ ആ സ്ഥലത്തിന്റെ പിന്നാമ്പുറങ്ങൾ മുഴുവൻ അന്വേഷിച്ചു പിടിച്ച് ജനങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ ഐറ്റങ്ങൾ ഇട്ട് ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് മാറ്റിക്കുന്ന ആദ്യപടി. അത് കഴിഞ്ഞിട്ട് എവിടുന്നെങ്കിലും ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചന കിട്ടിയാൽ ഇവര് ഏതെങ്കിലും ഒരു ഫ്രൗഡിനെ കൊണ്ട് പോലീസിൽ പരാതി കൊടുക്കും, സഹായം തേടി. അവസാനം പോലീസ് വരും. അപ്പൊ കുറെ നാട്ടുകാരെല്ലാം കൂടെ സംഘടിക്കുന്ന കാണുന്ന ഉടനെ ചിലർക്ക് ഇതിനകത്ത് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കൂടെ നിൽക്കും. രാഷ്ട്രീയക്കാരന്റെ കാര്യം തന്നെ ഞാൻ പറയുന്നത്. പക്ഷേ അവൻ അച്ചാരം മുന്നേ കൂട്ടി വാങ്ങിയിട്ടുണ്ടാകും. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഒരു നാട്ടിൽ മണ്ണെടുക്കണമെന്നുണ്ട് ആ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും മുൻകൂട്ടി പണം അവരവരുടെ വീടുകളിലെത്തി അത് മേടിച്ച് പോക്കറ്റിൽ വെച്ചതിന് ശേഷമായിരിക്കും നിങ്ങളുടെ കൂടെ അഭിനയിക്കാൻ ഇറങ്ങുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ മുൻകരുതലായിട്ട് ആരെങ്കിലും നേരിട്ട് ഹൈക്കോടതിയിൽ നിന്ന് പോകും. ഹൈക്കോടതി പോയി അതിനൊക്കെ അവിടെ സംവിധാനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഹൈക്കോടതി പോകുന്ന ഹൈക്കോടതിയിൽ നിന്നൊരു വിധി മേടിക്കും, പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി മണ്ണെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഉത്തരവുമായിട്ട് ഇവിടെ വരാൻ, അതിന് ഉത്തരവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജിയോളജി വകുപ്പ്, റവന്യൂ വകുപ്പ്, പോലീസ് ഇവരെല്ലാം വേണ്ട എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കും. മഫിയകൾക്ക് വേണ്ടുന്ന എല്ലാ റിപ്പോർട്ടുകളും ചെയ്തു കൊടുക്കും, ഉണ്ടാക്കി കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഹൈക്കോടതിയുടെ ഉത്തരവ് കൈ വന്നു കഴിയുമ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ജനങ്ങള്
കോഴിക്കോട് ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മളൊരു ജനകീയ സമരം കാണുന്നുണ്ടായിരുന്നു. ചേളന്നൂരാണ്. അവിടെ പോഴിക്കാവിൽ ദേശീയപാതയുടെ നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ജനകീയ സമരം. വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. മണ്ണെടുക്കാൻ വന്ന ലോറിയൊക്കെ ജനങ്ങൾ തടഞ്ഞു. ആദ്യം പോലീസ് ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ നീക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. പിന്നീട് പോലീസ് ഒന്ന് മയപ്പെട്ടു എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ മണ്ണെടുക്കുന്നത് താൽക്കാലികമായി നിർത്തി. ജനകീയ സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയം തന്നെയാണ്. അത് താൽക്കാലികമായെങ്കിലും അത് നിർത്താനായി എന്നുള്ളത്. നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണിത്. കുന്നിടിച്ച് മണ്ണ് നീക്കുന്നത് തടഞ്ഞ് നാട്ടുകാരെ അതിക്രൂരമായിട്ടായിരുന്നു പോലീസ് നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ റോഡിലൂടെയൊക്കെ ആളുകളെ വലിച്ചിഴക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. സ്ത്രീകളെ ബൂട്ടിട്ട് ചവിട്ടി എന്നുള്ള പരാതിയും നാട്ടുകാർ പറയുന്നു. അതോടൊപ്പം ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്ത വാർഡ് മെമ്പറെ അടക്കം പിന്നീട് ഈ ഒരു സമവായത്തിലേക്ക് എത്തിയതിന് പിന്നാലെ വിട്ടയച്ചിട്ടുണ്ട്. രാഹുൽ KV തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാട്ടുകാരുടെ പ്രതിഷേധം ഏതായാലും വിജയിച്ചിരിക്കുകയാണ്. പോഴിക്കാവ് കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനമായിട്ടുണ്ട്. സമരസമിതി പ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, തഹസിൽദാർ അടക്കം നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനമുള്ളത്. ജിയോളജി വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് വരും ദിവസങ്ങളിൽ പരിശോധന നടത്തും. അതിനുശേഷമാണ് ഇനി തുടർന്ന് മുന്നോട്ടെങ്ങനെ പോകണമെന്ന കാര്യത്തിൽ തീരുമാനമോ ഉണ്ടാവുക. അതിക്രൂരമായ പോലീസ് നടപടിയാണ് രാവിലേക്ക് ഉണ്ടായത്. സമരം ചെയ്തവരെ ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചു. നിലത്തിരുന്ന് പ്രതിഷേധിച്ചവരെ ചവിട്ടി. 4 സ്ത്രീകൾക്ക് പരിക്കേറ്റ് അവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഒപ്പം സ്ത്രീകളെയും പഞ്ചായത്ത് പ്രതിനിധികൾ അടക്കമുള്ളവരെയും ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തിരുന്നത്. അവരെയൊക്കെ ഏതായാലും ഇപ്പോൾ വിട്ടയച്ചിട്ടുണ്ട്. കേസൊന്നും തന്നെ ഉണ്ടാവില്ല എന്ന ഉറപ്പും പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണോ? പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. ഷർട്ടൊക്കെ കീറിയതാ? ഷർട്ട് കീറിയ പിന്നെ കൊളറ ഫുള്ള് അടിച്ച് ഇതാക്കി. പോലീസിന് മാരകമായിട്ടുള്ള അക്രമം നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഒരു പോയിക്കൊണ്ടുന്നത്. ചില സംഭവം നിയമപര വ്യവസ്ഥയായിരിക്കും കാര്യങ്ങളൊക്കെ ഒരുക്കണം. പക്ഷെ എന്നാലും സ്ത്രീകളെ വരെ ആക്രമിക്കാൻ പറയുമ്പോൾ ബൂട്ടിട്ട കാരണമാണ് ചവിട്ടി വിഷ്വൽസ് വരെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആക്രമിച്ച് ഭയങ്കരമായിട്ട് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. എന്താ നമ്മളോട് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം തന്നെ വിട്ടുകൊടുക്കില്ല. മാർച്ച് മുതലാണ് കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് തുടങ്ങിയത്. അതിനുശേഷം പല തവണകളിലായി സമരം നാട്ടുകാർ നടത്തി. പിന്നീട് പോലീസ് ഇടപെട്ടൊക്കെ സമരം നിർത്തിച്ചതാണ്. ഏതായാലും ഇന്ന് അവർ കൂടുതൽ സംഘടിച്ച് വാഹനങ്ങൾ തടഞ്ഞു വെച്ച് മണ്ണെടുക്കുന്ന ഏതായാലും നിർത്തിയിട്ടുണ്ട്. സമാധാനമായിന്ന് പറയാൻ പറ്റും. ഇതിപ്പോ ഇത് ഇതുപോലെ തന്നെ നിന്ന് പോകുന്നതല്ലേ. ഓരോ പ്രാവശ്യവും വരും, പിന്നെയും വരും, മണ്ണെടുക്കും. ഇതിപ്പോ എന്താണെന്ന് അറിയില്ല. മണ്ണുള്ള ലോറിയും കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയുള്ള ലോറി ആ JCB കൂടി കൊണ്ടുപോയാൽ കുറച്ച് സമാധാനം. നമുക്കൊരു സമാധാനപരമായ ഒരു ഇത് കിട്ടി. എന്താ വെച്ചാൽ ഒരു നിർത്തി വെച്ചല്ലോ. ഇനി ഇതുപോലെ ഒരു വരി എങ്ങനെയാ? ഞങ്ങൾ സഹോദരങ്ങളൊക്കെ ജോലിക്ക് പോയ സമയത്ത് അന്നേരം ഒരു 11 മണിക്ക് എസ്കോർട്ടായിട്ട് വരും. സഹോദരങ്ങൾ വരുമ്പോഴത്തേക്ക് അവിടെ നിർത്തും. അങ്ങനെ ഒരു സംഭവം ഇനി ഇല്ലാതിരിക്കണം ഇവിടെ. എന്താ വെച്ചാൽ അതിന് വേണ്ടിയിട്ട് മുൻകരുതലും എന്താ വെച്ചാൽ ഇനി ഒരു വരുവോ വരൂല. എന്താ ഞങ്ങൾക്കൊരു സൂചന കിട്ടാതെ വന്നതാണല്ലോ. ഇവര് വിചാരിക്കുന്നത് 2-3 വണ്ടി പോലീസുകാർ വരുമ്പോഴത്തേക്ക് ഈ ജനങ്ങൾ വയ്യോട്ട് നിൽക്കുന്ന. ഞങ്ങൾ ഒരിക്കലും വയ്യോട്ട് നിൽക്കൂല, മുന്നോട്ട് തന്നെ പോകും. കൈയുടെ വേദന കുട്ടിവലി 3 ആളും കൂടി വളഞ്ഞിട്ട് പിടിച്ചാൽ വനിതാ പോലീസ് ഇല്ലാണ്ട് അതിന് പോയതാണ്. ഞാൻ പറഞ്ഞ വനിതാ പോലീസ് വന്നിട്ട് ജീപ്പ് എടുക്കാൻ പറ്റുള്ളതാണ്. അങ്ങനെ വനിതാ പോലീസ് വന്നേരം ജീപ്പ് എടുത്തു. എന്തായാലും ഞങ്ങൾ ചെയ്ത ഒരു ഇതിനൊരു വിജയം കണ്ടല്ലോ. അതുകൊണ്ട് സന്തോഷം. ഇന്നലൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നതിന് മണ്ണിങ്ങനെ കൊണ്ടുപോവുക. ഞങ്ങൾ മനസ്സിന് വല്ലാത്തൊരു വിഷമമായി പോയത്. എന്തായാലും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് മണ്ണിങ്ങനെ കൊണ്ടുപോയില്ലേ. എന്തായാലും മണ്ണ് നിർത്തി വെച്ച് ഇനി ഒരു തരം മണ്ണ് ഞങ്ങൾ എടുക്കാൻ സാധിക്കില്ല. ഇനി ജിയോളജി വിഭാഗത്തിന്റെ പരിശോധനയുണ്ട് സ്ഥലത്ത്. ഏതായാലും ആ പരിശോധന നടത്തിയാലും മണ്ണെടുക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ്. 10,000 രൂപ ഒരു ദിവസം ഒരു തരി മണ്ണ് പോലും എടുക്കാൻ അനുവദിക്കില്ല എന്നതാണ് അവരുടെ നിലപാട്. അതെ, ആ 10,000 രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ പാവങ്ങള്, ചാരായം കുടിക്കുന്ന തെണ്ടികള്, ഇവന്മാരാണ് ഇത് കൊണ്ടുവന്ന് കൊടുക്കേണ്ടത്. അവൻ അനിയനൊരുത്തനും ഉണ്ടായിരുന്നു ചാരായ കച്ചവടം. അത് നമുക്ക് വേറൊരു കഥയിൽ പറയാം. അങ്ങനെ ഞാനിവന് വാണിംഗ് കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു, ഇനി മേലെ എന്റെ കണ്ടെത്തി ഇത് കണ്ടുപോകരുതെന്ന് പറഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞ്, അണ്ണന്റെ കണ്ടെത്തി ഇടത്തില്ല, ഞാൻ ഇവിടെ ഇട്ട് വിൽക്കുമെന്ന്. ഞാൻ പറഞ്ഞു, നീ നല്ല തന്തയ്ക്ക് പറഞ്ഞവനാണെന്ന് വിറ്റ് കാണിക്കാൻ പറഞ്ഞു. അവസാനം ഞാൻ അവനെ 1 പൊക്കി, 2 പൊക്കി, 3 പ്രാവശ്യം പൊങ്ങി കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായി ഇനി മുമ്പോട്ട് പോകില്ല എന്ന്. അന്ന് അവന് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് ആ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ പ്രമുഖ വ്യക്തികളും ഒക്കെ തന്നെയാണ്.
എന്റെ കണ്ടത്തിനടുത്തുണ്ടായിരുന്ന ഒരു വലിയ കുടുംബത്തെ ഒരു സ്ത്രീ എന്നോട് ചോദിച്ചു, കുഞ്ഞെ നീ എന്തിനാ ആവശ്യമില്ലാത്ത ഇതിനൊക്കെ കയറി പിടിക്കാൻ പോകുന്നത്? അവന്മാരെ വിൽക്കുവോ മറിയുവോ തിന്നുവോ കുടിക്കുവോ എന്താ വേണം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അങ്ങനല്ലേ ചേച്ചി, നമ്മളെ കൊണ്ട് ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്, നമ്മളത് ചെയ്തിരിക്കണം. അന്ന് ഈ ചാരായ കച്ചവടത്തിന് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത് നിങ്ങൾ അറിയണം, അന്ന് ചെങ്ങന്നൂർ മേഖലയില് ചാരായം സപ്ലൈ ചെയ്തിരുന്നത് ചെങ്ങന്നൂരിലെ ഇന്നത്തെ ഒരു പ്രമുഖ നേതാവാണ്, ഒരു CPM-ന്റെ പ്രമുഖ നേതാവ്. അവന്റെ ഒത്താശയോടെയാണ് ആലപ്പുഴ ജില്ലയും കൊല്ലം ജില്ലയുടെ മിക്ക ഭാഗങ്ങളിലും അന്ന് ചാരായം സപ്ലൈ ഉണ്ടായിരുന്നത്. അവന്റെ പിൻബലത്തോടെ ആയിരുന്നു പ്രാദേശികമായിട്ടെല്ലാം ചാരായം വിറ്റത്. ആ പ്രാദേശിക ചാരായങ്ങൾ നിർത്തലാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പാടുപെട്ടതാണ്. എന്നും കണ്ട് ഞാൻ ആരുടെയും മുമ്പിൽ പോയി തടയത്ത് വന്നില്ല, എടാ നീ വിൽക്കരുത്, അല്ല നിന്നെ പോലീസിനെ പിടിക്കും. ഞാനതൊന്നുമല്ല, എനിക്ക് നിയമം അറിയാം. ഞാൻ നിയമത്തിന്റെ വഴിയോടെ തന്നെ പോയാണ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ചെങ്ങന്നൂരിലെ ഈ മണ്ണെടുപ്പ് പരമാവധി തടയാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു സമയം വരെയൊക്കെ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മലരന്മാരൊന്നും നന്നാകാൻ പോകുന്നില്ല, ഇപ്പം ഞാൻ എന്തിനാ കടന്ന് പുല്ലിനോടൊക്കെ കടന്ന് കുസ്തി പിടിക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ എന്നെ വെട്ടാനും കൊല്ലാനും ഒരുപാട് മഫിയകള് ഗുണ്ടകളെ ഏർപ്പെടുത്തിയിരുന്നു. അന്ന് ചെങ്ങന്നൂരില് കൂലിത്തല്ലുകാരുടെ ഒരു പ്രളയമായിരുന്നു. ഇപ്പൊ കൂലിത്തല്ലുകാർ കൺവേർട്ടായി വേറൊരു സ്റ്റേജിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ വേറെ മറ്റു വീഡിയോകളിൽ പറയാം. അങ്ങനെ ഈ മണ്ണെടുപ്പ് ഒരിക്കലും തടയപ്പെടില്ല എന്ന് ചിന്തിച്ച് ഈ മഫിയകളെ സമ്പൂർണമായി തടയാൻ എനിക്കെന്ന് കഴിഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടില് സൂട്ട് കേസിനകത്തൊക്കെ കാശും കൊണ്ടൊക്കെ പല പല തെണ്ടികളും കയറി വന്നിട്ടുണ്ട് എന്നെ ഒതുക്കാൻ. ആദ്യം ആളെ വിട്ട് തല്ലിക്കാൻ നോക്കും, അത് നടക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്, പിന്നെ കൊല്ലാൻ നോക്കും, അത് നടക്കുന്നില്ലെന്ന് കാണുന്നുണ്ട്, അവസാനമാണ് പണവും കൊണ്ട് വരുന്നത്. അപ്പൊ ഇവനൊക്കെ കരുതുന്നത് ഈ 10 പുത്തൻ പണം കണ്ടു കഴിഞ്ഞാല് ഞാൻ അതിന് വേണ്ടേ കമന്ന് വീഴുമെന്നാണ് ഇവന്മാരുടെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ഈ കഥയ്ക്ക് അനുബന്ധമായി വേറൊരു കഥ ഇവിടെ പറയാം. നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് നടന്നു വരുന്നൊരു സംഭവമാണ് വ്യാജച്ചാരായം നിന്നതിന് ശേഷം, അഥവാ നമ്മളുടെ കേരളത്തിലെ ചാരായം അന്തോണി നിർത്തലാക്കിയതിന് ശേഷം, അതിനുശേഷം ഉമ്മൻചാണ്ടി ബാറുകൾ നിർത്തലാക്കിയതിന് ശേഷം ഈ ബാറുകൾ തിരിച്ചു കൊണ്ടുവരാൻ, ബാറുകൾക്ക് അനുമതി വാങ്ങിക്കൊടുക്കാമെന്നുള്ള ഉറപ്പിന്മേൽ കോടികൾ വാങ്ങിയ ചെങ്ങന്നൂരിലെ ഒരു പ്രമുഖ നേതാവുണ്ട്. അങ്ങനെ ഒരുപാട് പ്രമുഖന്മാരുള്ളതാണ് ചെങ്ങന്നൂര് എന്ന് നിങ്ങൾ കരുതണ്ട. ഒരുത്തൻ അവൻ മതി, അവന്റെ മേളിൽ ആരും വളരത്തുമില്ല, അവൻ ആരെയും വളർത്തത്തുമില്ല. ഒരു ചെറുകഥ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ വീട്ടിൽ രണ്ടുപേര് കയറി വരുന്നു. എന്നുവെച്ചാൽ എന്താ കാര്യം? ഞാൻ സാമൂഹിക സേവന പ്രവർത്തനങ്ങളെല്ലാം നിർത്തി എൻ്റെ കാര്യം നോക്കി നടക്കുന്ന സമയമാണ്. എന്താ കാര്യം? എൻ്റെ ചോദ്യമൊക്കെ ഇച്ചിരി രൂക്ഷമായിട്ട് തന്നെ ആയിരിക്കും. അത് അണ്ണാ, ഇവിടെ പൂതക്കുന്നിലെന്ന് പറയുന്ന സ്ഥലത്ത് ചാരായക്കട, ബേവറേജിന്റെ കട തുടങ്ങാനുള്ള ആലോചനയാണ്. ഞാൻ പറഞ്ഞതിന് നിനക്ക് എന്നാ പ്രശ്നം? നിന്റെ വീട്ടിലാണോ ചെയ്യുന്നത്? അല്ലല്ലോ, അവര് ചെയ്യട്ടെ, കൊടുക്കാൻ തയ്യാറുള്ളതിനല്ലേ വീട് കൊടുത്തത്. അല്ലടാ, പിന്നെ നിങ്ങൾ ഇടപെടണം. അപ്പൊ ആ ബേവറേജ് വരുന്നതിന്റെ ഒരു ടെക്നോളജി CPM-ന്റെ ഈ പ്രമുഖ നേതാവാണ് അവിടെ ബേവറേജ് കൊണ്ടുവരാൻ വേണ്ടി വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തത്. ആ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കാൻ 80,000 രൂപ വാടകയ്ക്കാണ് ആ കെട്ടിടം എടുത്തത്. നോക്കണം, നാട്ടിൻപുറത്ത് മാക്സിമം കൊടുത്താൽ ഒരു പഴയ കെട്ടിടമാണ്, മാക്സിമം അതിന് വാടക വന്നാൽ ഒരു 2,000 രൂപ കൂടുതൽ വാടക വരത്തില്ല. ആ കടയാണ് 80,000 രൂപ വാടകയ്ക്ക് ബേവറേജ് കരാർ എഴുതിയത്. അതിന്റെ ഇടനിലക്കാരനും ചെങ്ങന്നൂരിലെ ഈ പ്രമുഖ നേതാവാണ്. കരാർ എഴുതി കഴിഞ്ഞാൽ തന്നെ നാട്ടുകാര് പുച്ഛം കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് കാണുമ്പം ആദ്യം അവിടെ കൊണ്ടുവന്ന്, അതായത് അവന്റെ വീടിന്റെ മുമ്പിൽ, ഞാൻ ആളിനെ പറയാത്തത് കഴിഞ്ഞുപോയ കഥയാണ്, ഇനി അവനെയൊന്നും പറഞ്ഞ് വെറുതെ നാറ്റിക്കാനൊന്നുമില്ല. അവനൊക്കെ പണ്ട് മുതലേ പാരമ്പര്യമായിട്ട് ചാരായ കച്ചവടം നടത്തുന്ന ആൾക്കാർ തന്നെയാണ് ഈ വീട് കൊടുത്തവൻ. അതൊക്കെ അവന്റെ പാരമ്പര്യം. അങ്ങനെ CPM-കാര് കൊണ്ട് ഈ പ്രദേശത്ത് കൊണ്ടുവന്ന് കൊടികുത്തി, ഈ പറയുന്ന കെട്ടിടത്തിലോട്ട് പോകുന്ന വഴിക്ക് കൊണ്ടുവന്ന് കൊടികുത്തി. ഇവിടെ ചാരായം വിൽക്കാൻ സമ്മതിക്കത്തില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ചാരായം കൊണ്ടുവന്നതും ഈ നാട് ഭരിക്കുന്നതും എല്ലാം CPM-കാരാണ്. എന്നിട്ട് ഇവന്മാര് കൊടി കുത്തി മയക്കും വെച്ച് കെട്ടി നാട്ടുകാരെ കൊണ്ട് അങ്ങ് ഇത് ചെയ്തോളുക. അപ്പൊ നാട്ടുകാരെ ധരിപ്പിക്കുന്നത് എന്താണ്? ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങളിത് സമ്മതിക്കില്ല എന്നൊക്കെയാണ്. പക്ഷേ നാട്ടുകാർക്ക് മൊത്തം അറിയായിരുന്നു. ഈ ബീവറേജ് ഇവിടെ കൊണ്ടുവരാൻ കളിച്ചത് CPM-ന്റെ ഈ പ്രമുഖ നേതാവാണ്. അവന്റെ വീടും അവിടെ അടുത്താണ്. അപ്പം ഇത് ഈ കെട്ടിടം വാടകയ്ക്ക്, ഈ 80,000 രൂപ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ
നല്ലൊരു തുക അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർക്ക് ഈ കെട്ടിട ഉടമ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു തരത്തിൽ 2 ദിവസമായി 3 ദിവസമായി സമരവാ, ഒരു മാറ്റവും ഇല്ല. പോലീസ് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ആർക്കാ? സമരക്കാർക്കല്ല, അവന് ബേവറേജ് നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്നേ. ഞാൻ പറഞ്ഞ് എനിക്ക് ഇതിനകത്തൊന്നും നടക്കാൻ നേരമില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. അവിടെ ചാരായം വയ്ക്കുന്നതിന് എൻ്റെ വീട്ടിലെ പ്രശ്നം, എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു പ്രശ്നവുമില്ല. എൻ്റെ പഠിക്കലൊന്നും ആരും ചാരായം വയ്ക്കുന്നില്ല. എൻ്റെ വീടിൻ്റെ പഠിക്ക് വിൽക്കാൻ വരട്ടെ, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നിരുത്സാഹപ്പെടുത്തി തിരിച്ചയക്കാൻ നോക്കി. അവർ പോയി. വൈകിട്ട് വേറെ ഒരു 3-4 സ്ത്രീകൾ വന്നു, ആ പ്രദേശത്തുള്ള സ്ത്രീകൾ. അവരും വന്ന് കരഞ്ഞു വിളിച്ച് സ്ത്രീകളെ കണ്ട് അവരുടെ കണ്ണീര് കണ്ടിട്ടൊന്നും അല്ല ഞാൻ അന്ന് കേസിൽ ഇടപെട്ടത്. ഞങ്ങളുടെ നാടാണ്, ഞങ്ങൾ ജനിച്ചു വളർന്ന നാടാണ്. പല ആൾക്കാരുമായിട്ടും പല പല സ്നേഹബന്ധങ്ങളുണ്ട്, വ്യക്തിബന്ധങ്ങളുണ്ട്. അത് കാരണം ചില ആൾക്കാർ വന്ന് നമ്മളുടെ മുമ്പിൽ കിടന്ന് പാവിട്ട് പോകുന്ന ഉടനെ പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അന്ന് അതിൽ ഇടപെടേണ്ടി വന്നത്. അങ്ങനെ ഞാൻ ഇടപെട്ട് ഞാൻ കൂടുതൽ ടെക്നോളജി ഒന്നും ഉപയോഗിച്ചില്ല. ഈ കെട്ടിടം കൊടുത്തവന്റെ മകനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിന്റെ തന്തമാര് അതിന് മുൻപുള്ളവന്മാര് പാരമ്പര്യമായിട്ട് ചാരായം പാറ്റ വിറ്റവന്മാരാണ്. പക്ഷേ ഇപ്പം ഇവന്മാരെല്ലാം ചാരായം വിറ്റ് തന്നെ ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെന്തിനാടാ ഈ കാശ് എന്ന് ചോദിച്ച് 4 ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞെ ചെറുക്കൻ അവന്റെ മാന ഓർത്ത് തന്തയെ വിളിച്ചിട്ട് തന്തയുമായിട്ട് വഴക്കായി ബഹളമായി. അതോടുകൂടി ബീവറേജ് അവിടെ നിന്ന് പോയി. പക്ഷേ അവിടുത്തെ നാട്ടിലെ CPM-ന്റെ ചില തെണ്ടികൾ എന്ന് പറഞ്ഞു നടന്നത് ഇതെല്ലാം അവരാണ് തടഞ്ഞതെന്നാണ്. ജനങ്ങൾക്കറിയാം മൊത്തം. ഈ ബീവറേജ് അവിടെ കൊണ്ടുവരാൻ നോക്കിയത് പ്രമുഖ നേതാവ്, അത് കഴിഞ്ഞിട്ട് പിന്നെ CPM-കാരെ കൊണ്ട് അവിടെ കൊടി കുത്തിച്ചത് പ്രമുഖ നേതാവ്. പക്ഷേ പഞ്ചായത്ത് ഇലക്ഷൻ വന്നെ മൂഞ്ചിപ്പോയി. പഞ്ചായത്ത് ഇലക്ഷനിൽ സീറ്റ് CPM-കാർ കൊണ്ടുപോയി. അതിനടുത്തുള്ള തൊട്ടടുത്തുള്ള വേറൊരു സീറ്റ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചു. അതാണ് അവർക്ക് കിട്ടിയ പ്രത്യുപകാരം. ഇത്തരം ടെക്നോളജികൾ ഉപയോഗിച്ചാണ് ഈ ഫ്രൗഡുകൾ. രാഷ്ട്രീയക്കാര്, ഞാൻ ഒരൊറ്റ രാഷ്ട്രീയക്കാരനെ മാറ്റി നിർത്തുന്നില്ല, എല്ലാവരും തുല്യരാണ്. അതിന്റെ ഒരു ഉദാഹരണം അറിയണമെന്നുണ്ടെങ്കിൽ CMRL എന്ന് പറയുന്ന, അഥവാ നാടൻ ഭാഷയിൽ പറഞ്ഞ കരിമണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട മാസപ്പടി കേസ്, അതിന്റെ ഡയറികൾ പരിശോധിച്ചാൽ നമുക്കറിയാം CPM-കാര്, കോൺഗ്രസ്സുകാര്, BJP-കാര്, പ്രാദേശിക അമ്പല കമ്മിറ്റിക്കാര്, പള്ളി കമ്മിറ്റിക്കാര് എല്ലാവരും ആവശ്യത്തിന് പടി മേടിച്ചിട്ടുണ്ട്. അതേ ടെക്നോളജി തന്നെയാണ് ഈ മണ്ണെടുപ്പ് വിഷയത്തിൽ നടക്കുന്നത്. തൽക്കാലം എത്ര മതിയേ?